നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു കോട്ടിംഗ് കൺസിസ്റ്റൻസിയിൽ എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുട്ട ഓവറായിട്ട് കുക്കാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളുടെ മൂസെല്ലാം ഫില്ല് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ഷെഫ്. ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് ദിവസം ഷെയർ ചെയ്ത ബിരിയാണി നിങ്ങളെല്ലാം ട്രൈ ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ അഭിപ്രായങ്ങൾക്ക് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ കോഫി മൂസാണ്. അതായത് നമുക്ക് ഡെസേർട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയങ്ങളുണ്ടാകും. ലെറ്റ്സ് കുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് കോഫി മൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കോഫി ഫ്ലേവർ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി യൂസ് ചെയ്താണ് നമ്മൾ കോഫി ഫ്ലേവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300 ml പാലാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ml മതിയാവും. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്. ഏകദേശം ഒരു 60 ഗ്രാമോളം ഉണ്ട്. ഒരു അര കപ്പോളം വരും. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ജലാറ്റിനാണ്. അപ്പോൾ ജലാറ്റിനാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതായത് നമ്മൾ കോഫി മൂസിന് സെറ്റാക്കുന്നത് നമ്മൾ ജലാറ്റിനാണ്. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ മഞ്ഞക്കരുവാണ്. നമ്മൾ 3 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മൂസ് എപ്പോഴും ഒരു ഡബിൾ ബോയിലിംഗ് അല്ലെങ്കിൽ ഡബിൾ ബാത്ത് മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഹീറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഇന്ന് നമ്മുടെ മുട്ട ഓവറായിട്ട് കുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് പോലെയൊക്കെ ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വരുന്ന സ്റ്റീമിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മുട്ട ഓവറായിട്ട് കുക്കായി പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാത്രത്തിൽ പിടിക്കാൻ പറ്റുന്ന ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം നമ്മളുടെ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ വെളിയിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ തിരിച്ച് വെച്ച് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുട്ട ഓവറായിട്ട് കുക്കാവാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം വുഡൻ ലാഡിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ഹീറ്റെല്ലാം ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ആവും. അതുപോലെ തന്നെ ഓവറായിട്ട് കുക്കാവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ സ്റ്റീൽ ലാഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുട്ട ഓവറായിട്ട് കുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ മുട്ട ഏകദേശം ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ എടുത്തിരിക്കുന്ന പാല് ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം മാക്സിമം പതുക്കെ എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. കാരണം മാക്സിമം എയർ ബബിളൊന്നും വരാതിരിക്കുക ശ്രമിക്കുക. കാരണം ഒരുപാട് എയർ ബബിൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ മാക്സിമം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു കോട്ടിംഗ് കൺസിസ്റ്റൻസിയിൽ എത്തിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് കൂളാവാനായിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മൾ കൂളാവാൻ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലാണ് കൂളാവാൻ വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് കൂളാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ജലാറ്റിൻ എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജലാറ്റിൻ പൊതുവേ പൗഡർ ഫോമിലാണ് കിട്ടാറുള്ളത്. നമുക്കതൊന്ന് ലിക്വിഡ് ഫോമിലാക്കി എടുക്കണം. കാരണം നമുക്ക് അങ്ങനെ ക്രിസ്റ്റലായിട്ട് ഇടാൻ പറ്റില്ല. കാരണം കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതും ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ താഴത്തെ വെള്ളം വച്ചിട്ട് വേറൊരു പാത്രത്തിൽ വെച്ചാണ് നമ്മൾ ഇതും സെറ്റാക്കി എടുക്കുന്നത്. കാരണം ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബേണായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ ജലാറ്റിൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല കലങ്ങിയ ഒരു കളറായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മെൽറ്റായി സെറ്റായി വരുമ്പോഴത്തേക്കും നല്ലൊരു ക്ലിയർ കളർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജലാറ്റിനെല്ലാം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളറൊക്കെ കാണാമായിരിക്കും. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി മിക്സറെല്ലാം നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം നമ്മൾ കോഫി എസൻസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോഫി മൂസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കോഫി എസൻസ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഓറഞ്ച് മൂസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലേവർ മാത്രം മാറ്റുക. ബാക്കി മെത്തേഡെല്ലാം പക്കാ സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ള ഫ്ലേവർ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂണോളം നമ്മൾ ജലാറ്റിനാണ് അതായത് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ച് നമ്മളുടെ ജലാറ്റിനാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും ആഡ് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം പതുക്കെ മിക്സ് ചെയ്യുക. ഒരുപാട് എയർ ബബിൾ വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എയർ ബബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഏകദേശം നമ്മളൊരു ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2-3 സ്പാച്ചിലോളം നമ്മളുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം മാക്സിമം എല്ലാം ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ പാത്രം ഒന്ന് ചരിച്ചിട്ട് പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി മാക്സിമം ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം നല്ല ഒരു
നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല രീതിയിൽ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിത് സീവ് ചെയ്തെടുക്കണം. അതായത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം. മെയിനായിട്ട് നമ്മൾ അരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ സെഡിമെൻറ്റ്സ് കാണാം നമ്മൾ മിക്സ് ചെയ്യുന്നതിൽ വരുന്നത്. അതുപോലെ നമ്മൾ ജെലാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെലാറ്റിൻ നമ്മൾ എപ്പോൾ യൂസ് ചെയ്താലും സ്ട്രെയിൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം നല്ല രീതിയിൽ നിന്ന് സീവ് ചെയ്തെടുക്കാം. നമ്മൾ സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗ്ലാസ്സിനൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ ബ്രിമ്മിൽ ചെറിയ ഷുഗർ കോട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളുടെ മൂസെല്ലാം ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളുടെ മൂസിൻ്റെ റെസിപ്പി അല്ല നമ്മുടെ മിക്സറിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഏകദേശം ഒരു 2 to 3 മണിക്കൂറുള്ള സെറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ അത്രയും നേരം നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2 to 3 മണിക്കൂറോളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഭംഗിക്ക് വേണ്ടി നമ്മളൊരു വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കോഫി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മളൊരു ഭംഗിക്കാണ് ചെയ്തത്. പിന്നെ നമ്മളുടെ വിപ്പിംഗ് ക്രീം ചെറുതായിട്ടൊന്ന് മെൽറ്റായി പോയെന്ന് പറഞ്ഞാൽ നമ്മളത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എന്തായാലും ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഷെയർ ചെയ്ത റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കോഫി മൂസ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും ഈ ഡിഷ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡെസേർട്ടൊക്കെ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വരും വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറ വന്നതിനോടൊപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.